ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണ്. ഇവിടെ നോക്കി എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കി. ഇതാണ് ബദ്ലാപൂർ അനാഥാശ്രമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ സ്ഥലത്തിന്റെ ഭംഗി കാണിച്ചു തരാം. ഇത് നിങ്ങൾ വിചാരിക്കും നമ്മൾ വല്ല ഹിൽ സ്റ്റേഷനൊക്കെ പോയി വന്നത്. ഹിൽ സ്റ്റേഷനൊന്നുമല്ല, ഇതാണ് ഞങ്ങളുടെ ബദ്ലാപൂർ ആശ്രമത്തിലെ ഞങ്ങളുടെ സ്ഥലം. ഞാനിത് ശരിക്ക് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇതിന്റെ അപ്പുറത്ത് ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെയുള്ളവർ ആദിവാസികളുടെ പാടി എന്നാണ് അതിനെ പറയാ. ബോംബെയില് ബദ്ലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തില് കുറച്ച് ഉൾപ്രദേശത്താണിത്. ഇവിടെ ഞങ്ങൾ സന്തുഷ്ടരാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ 230ഓളം അന്തേവാസികളുണ്ട്. റോട്ടിൽ പുഴുവരിച്ച് കിടക്കുന്ന മനുഷ്യരെയൊക്കെ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് പുഴുവൊക്കെ മാറ്റി അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു വിടാൻ പ്രാപ്തരായി കഴിഞ്ഞാൽ അവരെ വിടും. അതില്ലെങ്കിൽ അവരെ ഇവിടെ തന്നെ സംരക്ഷിക്കുന്ന ഒരു പുണ്യഭൂമിയാണിത്, സന്ത് ക്ലാരറ്റ് അനാഥാശ്രമം. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ ആംബുലൻസ് ആണ്. ഇതിങ്ങനെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ഫാമിലി സ്പോൺസർ ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ്. ഇത് സർവീസ് ഓഫ് ദ സിക്ക് ആൻഡ് ഡൈയിങ് പീപ്പിൾ ഓൺ സ്ട്രീറ്റ്സ്. ഇവിടെ ബോംബെയിൽ നിങ്ങൾക്ക് അധികം സ്ട്രീറ്റിലെ ആൾക്കാരെ ഒന്നും കാണാത്തതിൻ്റെ ഒരു കാരണം, ഇങ്ങനെ പുഴുവരിച്ച് കിടക്കുന്നവരൊക്കെ കുറവായതിൻ്റെ ഒരു കാരണം അവരിവിടെ ഉണ്ട്, ഈ ആശ്രമത്തിൻ്റെ ഉള്ളിൽ. ഇത് കണ്ടോ, ഞങ്ങളുടെ ആശ്രമത്തിൽ നോക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞാൻ ആശ്രമത്തിൻ്റെ പുറത്തെയാണ് എടുക്കുന്നത്. ഞങ്ങളിവിടെ കുറച്ച് നാൾ മുമ്പ് ഒരു പപ്പയ്യ ഗാർഡനൊക്കെ വെച്ചു. ഞങ്ങൾക്ക് ഇവിടുന്ന് ആണ് പപ്പയ്യ, ഞങ്ങൾ വാഴ വെച്ചു. ഇതിങ്ങനെ പതുക്കെ 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 ഡെവലപ്പായിട്ടുള്ളതാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 5-6 കൊല്ലമാണ് ആവണത്. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു മലമുകളിൽ ഒരച്ഛൻ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനം എടുത്തപ്പോൾ, സഹജീവികളോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹം തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇന്ന് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഏകദേശം 210 പുരുഷന്മാരും കുറച്ച് 10-23 സ്ത്രീകളുമുണ്ട്. അവർ താഴെ മറ്റൊരു ഇതിലാണ്. ഇതാണ് ഈ പൂക്കളൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ ഞങ്ങൾ വെച്ചതാണ്. ഞങ്ങളുടെ അന്തേവാസികളൊക്കെ കൂടി വെച്ചതാണ്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾക്കിവിടെ പ്രാർത്ഥനയുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്പോർട്സും കളികളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഒരുപാട് നല്ല ആളുകൾ, സന്മനസ്സുള്ള ആളുകൾ ഞങ്ങളെ സന്ദർശിക്കാൻ വരും. ഞങ്ങളുടെ കൂടെ ഡാൻസും പാട്ടും മേളവും കൂത്തും ഇങ്ങനെ ഞങ്ങളിങ്ങനെ നല്ല സന്തോഷത്തിൽ ഈ പുണ്യഭൂമിയിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് ജസ്റ്റ് ഈ ആശ്രമത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്തതാണ്. ഇനി എപ്പോഴെങ്കിലും ഉള്ളിലുള്ള ആശ്രമത്തിലെ അന്തേവാസികളെയൊക്കെ ഞാൻ കാണിച്ചു തരാമേ. അവർക്കൊക്കെ ഒരുപാട് സ്നേഹമാണ് ഞങ്ങളോട്.